കെട്ടിയ ദേവതേ ഇന്നിതാ കണ്ണു പൊട്ടർക്കിരുണ്ടേ ഇരിപ്പു നീ അന്ധകാരം പെരുക്കുന്ന തീരത്ത് അന്തമില്ലാതെ അന്ധയായി നിൽപ്പു നീ. കഴിഞ്ഞ തവണത്തെ പോലെ ആളും മാരവും ഉണ്ടാക്കി ഒലത്താനാണ് തീരുമാനമെങ്കിലേ ഞാൻ ഇവിടെ വെച്ച് നിർത്തും. ഒരു വിധത്തിലാ അന്ന് ഞാൻ ഒതുക്കി തീർത്തത്, അറിയാലോ? MLA സാറേ, സാറിന് അറിയാലോ, കൂടെ നിൽക്കുന്നവർ തന്നെ ലാഭക്കൂടുതലിന് വേണ്ടി ഒറ്റിയാൽ എന്ത് ചെയ്യും? അങ്ങനത്തെ ആളെ കൂടെ കൂട്ടാൻ ഞാൻ പറഞ്ഞോ? അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാലോ? ഓ അറിയാം, നല്ലപോലെ അറിയാം. അവരൊക്കെ വലിയ സ്വാധീനമുള്ളവരാ, ഈസിയായി രക്ഷപ്പെടും. ആ ഓല പാമ്പുകൾ ആർക്കാ പേടി? ഓലയോന്തോന്നുമല്ല, ശത്രുവിനെ കടിക്കുന്നതിന് മുമ്പ് വിഷം ചീറ്റുന്ന രാജവെമ്പാലകളാ. സാർമാരെ, ആ ടോപ്പിക് വിട്. വെറുതെ സമയം കളയാതെ ഈ ടോപ്പിക് പറഞ്ഞ് അവസാനിപ്പിക്കും. അങ്ങനെ പറ. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരിൽ കണ്ടും വിളിച്ചു പറഞ്ഞും ഓക്കെ ആക്കിയിട്ടുണ്ട്. ആദ്യ സെഷൻ 22 ലോഡ്, പിന്നെ 5 ദിവസത്തിനകം. നിങ്ങളുടെ ഭാഗം ഓക്കെ ആയിരിക്കണം. അത് പിന്നെ പറഞ്ഞാ പോരെ സാറേ. അങ്ങനെയാണ് എല്ലാം സ്മൂത്ത് ആവും. ഇനി ഈ സാറന്മാരുടെ കാര്യം കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം. ദീപസ്തംഭം, മഹാശ്ചര്യം. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് മറ്റന്നാൾ 12-നും 1 മണിക്കുമിടയിൽ ഹൈവേ കടന്നു പോകുന്നല്ലേ പറഞ്ഞത്? വണ്ടി നമ്പർ KL 10 GB 3078 ഇന്നോവ, ശരിയല്ലേ? 12-നും 2-നും ഇടയിൽ കടന്നു പോകുന്നല്ലേ സാർ പറഞ്ഞിരുന്നത്? ഓ ഓക്കെ ഓക്കെ, ആ സമയം ഒന്ന് നോട്ട് ചെയ്തേക്കും. അത് കഴിഞ്ഞ ആഴ്ച എഴുതി കഴിഞ്ഞു സാർ. ഓക്കെ 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 സാറേ, ബാക്കിയുള്ള കാര്യങ്ങളിൽ തീരുമാനം? സാധനം ഗോൾഡാണ്, അതിനനുസരിച്ച് കാണണം. ബാക്കിയെല്ലാം വെള്ളിയാഴ്ചക്ക് ശേഷം. ഈ കൃഷിയിൽ ഇടനിലക്കാരും കൊയ്ത്തുകാരന്മാരും വേറെയുണ്ട്, അതറിഞ്ഞു വേണം കാണാൻ. പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. ആ സാറേ, പറഞ്ഞ പോലെ വെള്ളിയാഴ്ചക്ക് ശേഷം കാണാം സാർ. ശരി, ഓക്കെ. എന്നാ ശരി, ഓക്കെ. ആ, ഇതേതാ കേസ്? കുലക്കേസിലെ പ്രതിയാണ് സാർ. എങ്കിലും അവനെ വെറുതെ വിടരുത്. എന്തൊക്കെ സഹിച്ചാലും മോഷണം അത് ഞങ്ങൾ സഹിക്കൂല. ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറ. മോഷണോ അതോ കൊലക്കേസോ? കുലക്കേസ്, വാഴക്കുല മോഷണം. ഓ, അത് ശരി. എന്നാ കൈത്തരിപ്പ് തീരുന്നവരെ പൂശിക്കോ. എന്നാ വാ. ആ വാ കേറ്. ഇന്നത്തെ റോഡ് കളക്ഷൻ എത്രയാ? 6,60,000. സാറേ, ഇത് നമുക്ക് എന്നാലും 8 ലക്ഷം ആക്കിയാലോ സാറേ? ജനങ്ങളെ തിരുത്താനാവണം നിയമം. ഇതിപ്പോ നിയമലംഘനം ഇല്ലെങ്കിൽ അസ്വസ്ഥതയും ഉറക്കമില്ലായ്മയുമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്. ഹരിശ്ചന്ദ്രൻ മഹാരാജാവേ, രാജാവ് വല്ലതും ഒഴിഞ്ഞായിരുന്നോ? ഹരിശ്ചന്ദ്രനായില്ലേലും അരിഷ്ടിച്ച് ജീവിച്ചാലും ഒരു പോലീസുകാരനാവാൻ ശ്രമിക്കും സാറേ. ഈ സാറിന് വട്ടാ. ഇനിയെങ്കിലും നന്നായിക്കൂടെ സാമേ? ചിലരങ്ങനെ കൂട്ടത്തിൽ ചേരൂല. നേരും നെറിയും വേണം ശ്യാമേ. ഞങ്ങളെ കൂടെ നിൽക്ക്, എല്ലാം ശരിയാവും. അല്ലെങ്കിൽ എല്ലാം ശരിയാക്കും.
നിക്കടി നിക്കടിയോ പിടിക്കോ അവിടെ നിക്കാനടി പറഞ്ഞു. അയ്യോ എന്താ എന്ത് പറ്റി? സാർ ഇത്തിരി വെള്ളം. അതിനാണോ വന്നത്? അല്ല പെങ്ങളെ, ഈ നേരത്ത് കൊഴുപാറാണെന്ന് കരുതി കയറിയതാണോ? എന്താടി കാര്യം പറ. സാർ രണ്ടുപേരെന്നെ ആക്രമിക്കാൻ വന്നു. എന്നെ പിന്തുടർന്ന് ഇവിടെ വരെ എത്തി. എന്നെ രക്ഷിക്കണം സാർ. നിന്നെ ആക്രമിക്കാൻ വന്നവരുടെ പേരറിയോ നിനക്ക്? ഇല്ല സാർ. പിന്നെന്താ ചെയ്യാ ഇതൊന്നും അറിയാതെ? ആട്ടെ, ആക്രമിക്കാൻ വന്നവർക്ക് എന്താണാവോ കാര്യം? മനസ്സിലായില്ല. അവർക്ക് മുൻവൈരാഗ്യം വല്ലതും ഉണ്ടോ? ഐ മീൻ, നീ അവരെ മുൻപെന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന്? രാത്രിയിൽ ഒറ്റയ്ക്ക് വരുന്ന പെണ്ണിനോട് അക്രമത്തിന് ഒരുങ്ങുന്ന തെരുവ് തെമ്മാടികൾക്ക് പ്രത്യേകിച്ച് വല്ല കാരണവും വേണോ സാർ? ഓഹോ, നീ നല്ല ഡയലോഗ് ഫിറ്റ് ചെയ്യണ്ടല്ലോ. നിന്നെ കണ്ടാൽ തന്നെ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ. രണ്ടുപേരെയൊക്കെ നേരിടാൻ നീ ധാരാളം മതി. സാർ, ശരി ശരി, ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കും, നോക്കാം. ഇല്ല ഇല്ല സാർ, എനിക്ക് പരാതിയില്ല. ഓട്ടത്തിനിടയിൽ വെളിച്ചം കണ്ടപ്പോ പോലീസ് സ്റ്റേഷനാണെന്ന് അറിയാതെയാണ് കയറിയത്. ഇവിടെ എത്തിയപ്പോഴാണ് പോലീസ് സ്റ്റേഷനാണെന്ന് മനസ്സിലായത്. പക്ഷെ എന്നെ പിന്തുടർന്നവരെക്കാൾ മോശക്കാരായി ഇവിടെയുള്ളവർ. കയറി വന്നപ്പോൾ കരുതിയ പോലെ തന്നെ ഇത് പോലീസ് സ്റ്റേഷനല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൊട്ടു പോരുത്. ഇവിടെ ആർക്കും ഒന്നിനും സമയമല്ല കുട്ടി. ഇവിടാന്ന് വെച്ചാ ഞാൻ കൊണ്ടുവിടാം. വേണ്ട, എന്നെ ആരും സഹായിക്കണ്ട. നീതിക്കുമീതേ നിയമം, ആ നിയമത്തിൻ മീതേ ഭരണം. നീതിക്കുമീതേ നിയമം, ആ നിയമത്തിൻ മീതേ ഭരണം. ഭരണത്തിൻ മീതേ പണവും അടിപണിയുന്നു കലിയിലെ പൊലിമ. ഭരണത്തിൻ മീതേ പണവും അടിപണിയുന്നു കലിയിലെ പൊലിമ. നിയമം അത് അഗ്നി പോലെ ആവണം. വിവേചനം പാടില്ല. അതെല്ലാത്തിനെയും ഒരുപോലെ ദഹിപ്പിക്കണം, അല്ലെങ്കിൽ ഒരുപോലെ ശുദ്ധീകരിക്കണം. അല്ലാത്ത നിയമം നിയമമല്ല. എനിക്ക് നിയമമില്ല, നീതിയേ ഉള്ളൂ. ഞാൻ ഭ്രാന്തനല്ലേ? സാറേ, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂടെ നിൽക്കുന്നു പോരാഞ്ഞ് ഒരു പെൺകുട്ടിയെ അപമാനിച്ചു വിടുകയും ചെയ്തു. ഇതാണോ സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സമൂഹം താൻ എവിടെ കിടക്കുന്നുണ്ടോ? ഞാനോ എൻ്റെ തന്തയോ വിചാരിച്ചാൽ ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വിചാരിച്ചതിന് എനിക്ക് നല്ല പാരിതോഷികം കിട്ടിയിട്ടുമുണ്ട്, അറിയാലോ. എങ്കിലും എന്തെങ്കിലും നമ്മളല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ളവർ ഇതൊക്കെ ചെയ്യും. തൊട്ടും അവാർഡും ഒക്കെ അവർ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ പെൺകുട്ടിയുടെ കേസ്, അതിൽ നമുക്കെന്ത് കാര്യം? നിനക്ക് പണിഷ്മെൻറ്റോട് കൂടി ആ ട്രാൻസ്ഫർ വേണ്ടെങ്കിൽ പറയുന്ന മാതിരി നിന്നു. സാറേ, മാറേണ്ടത് ഇവിടുത്തെ വ്യവസ്ഥിതിയല്ല, മനസ്ഥിതിയാണ്. സാറിന് മനസ്സിലാവുന്നൊരു കാലം വരും. നന്മയില്ലാത്തിടം ഇരുളിന്റെ താവളം, നന്മയില്ലാത്തിടം ഇരുളിന്റെ താവളം.
രക്ഷിക്കണേ, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. കൈ പൊന്തിക്കുമ്പോ ഊരക്കും കൈ താഴ്ത്തുന്നേരം മുഖത്തും അടിക്കുന്നോടാ. അയ്യോ എന്താ പെങ്ങളെ, എന്താ പ്രശ്നം? ശരിയേട്ടാ, ഇത് ഞാൻ ഇപ്പം ശരിയായി തരാം. ഒറ്റ മിനിറ്റ് മോളെ, ഇത് സ്ഥലം വേറെ, ഇതാൻ ബുദ്ധം. ഞാനേ ഒരു വികാര ജീവിയാ. സൂക്ഷിച്ച് സംസാരിക്കണം. അതല്ല സേതേട്ടാ, ഇവളൊരു തരികിടയാന്ന് തോന്നുന്നു. നല്ല ഉരുപ്പടിയാ. സേതേട്ടാ, ആ പറ. എന്റെ പേര് അനു. ഞാൻ എറണാകുളത്ത് നിന്ന് വരികയാണ്. വീട് പേരൂര്. ഞാൻ സേതു. അല്ല, പേരൂർക്ക് പോകേണ്ട താനെങ്ങനെ ഇവിടെ എത്തി? ഓ, പേരൂരുള്ള സുന്ദരനെയും സുധാകരനെയും ഷൗക്കത്തിനൊക്കെ അറിയോ? ഒന്ന് മിണ്ടായിരടാ, കിണ്ണാനെ പറയാൻ കണ്ട ഒരു നേരം. അതങ്ങനല്ല സേതു. അവരാരാന്നറിയാണെങ്കിൽ ഓരോട് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചേക്കൂ. ആ, അത് പോയിന്റ്. എൻ്റെ ഒരു ബുദ്ധി വൈഭവേ. ലൂസ് ടോക്ക് നിർത്ത്. നിങ്ങൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്ക. പ്ലേറ്റ് ഞാൻ വൃത്തിയാക്കാം. കുപ്പി ഞാനും കാലിയാക്കാം. ഇനി ഒരു തുള്ളി ആർക്കും വേണ്ട. വേണ്ട വേണേലും വേണ്ട. വേണ്ടല്ലേ? വേണ്ട വേണ്ട വേണ്ടല്ലേ? സേതു, ഈ കുട്ടിനോട് അതിന്റെ വിത്തും പേരും ഒക്കെ ചോദിച്ചറി, എന്തെങ്കിലും നടപടിയാവട്ടെ. സേതോടാ, ഞങ്ങളിത് ക്ലീൻ ആക്കുമ്പോഴേക്ക് നിങ്ങളൊന്ന് ക്ലിയർ ആക്കി. അതാണല്ലേ, എല്ലാം ചോദിച്ച് മനസ്സിലാക്കട്ടോ. ഞങ്ങൾ ഉണ്ട്. കുട്ടി പറ. ഞാൻ ടൗണിൽ നിന്ന് ഓട്ടോ വിളിച്ച് അതിൽ കയറി. ഇതിനു മുമ്പ് എത്രയോ തവണ പോയിട്ടുണ്ട്. പക്ഷേ എളുപ്പവഴിയാണെന്ന് പറഞ്ഞ് അയാൾ എന്നെ എത്തിച്ചത് ഇവിടെയാ. ഓ, അത് ശരി. അപ്പൊ അവരും ലവന്മാരുടെ ഏജന്റ് ആയിരിക്കും അല്ലേ? അല്ല, ഓട്ടോ നമ്പർ അറിയോ? ഇല്ല, പക്ഷെ ആളെ കണ്ടാ മനസ്സിലാവും. അത് കുഴപ്പമില്ല, ഇവന്മാരിലൂടെ ഞങ്ങള് അവനെ പൊയ്ക്കോളാം. അതാണ്. അതെ, നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താലോ? ഇവിടുത്തെ സ്റ്റേഷനിലോ? അവിടുന്നാ ഞാൻ വരുന്നത്. ശരിയാ, അത് ഞാൻ ഓർത്തില്ല. ഇവരും അവരും തമ്മിൽ അന്തരമേ ഇല്ല. ശ്യാം സാറ് കൊള്ളാം. അല്ലേലോ അങ്ങേരൊറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ആട്ടെ, എങ്ങനെയാ വീട്ടിലെത്തുക? എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാ. മറ്റാരുടെയെങ്കിലും? വീട്ടിലേക്ക് വിളിച്ച അച്ഛൻ വരും. അച്ഛൻ വരാന്ന് പറഞ്ഞതാ. അറിയില്ലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നു. എന്നാ പെട്ടെന്ന് വിളിക്കൂ. അത് ചേട്ടാ, ഇതിനിടയ്ക്ക് എന്റെ ഫോണും ബാഗും നഷ്ടപ്പെട്ടു. അയ്യോ, അത് കഷ്ടമായല്ലോ. പോട്ടെ, അത് നമുക്ക് കണ്ടെത്താം. അച്ഛൻ്റെ നമ്പർ അറിയോ? ആ, അറിയാം. ആ, ഇതാ ഫോൺ, വേഗം വിളിച്ചോളൂ. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ വേഗം വരാന്ന് പറഞ്ഞു. അച്ഛനോടെല്ലാം പറഞ്ഞു. കാറുമായി എത്രയും വേഗം വരും. അച്ഛൻ ഈ നമ്പറിൽ വിളിക്കും. സ്ഥലം പറഞ്ഞു കൊടുക്കണേ. ശരി, അവർ വരുന്നവരെ നമുക്കിവിടെ ഇരിക്കാം. ശരി ഏട്ടാ. സേതു, എനിക്കൊന്ന് മയങ്ങണോ? എന്താവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ പോവാ. ശരി ശരി. ഇത് പതിവുള്ളതാ. പട്ടേരി ഭ്രാന്തനാ. അല്ല, ഈ നാട്ടിലെ വെളിവും വെളിച്ചമുള്ള ഏകയാൾ. അതാ ശരി. ഞാനും കണ്ടു, പേടിച്ചു പോയി. അയാളെ മാത്രം പേടിക്കണ്ട.
അതാണ് ആർത്തിക്ക് കാരണം. അതിമോഹം. എനിക്ക് മോഹമില്ല. ഞാൻ ഭ്രാന്തനല്ലേ. ഒരു പന്തം നീട്ടിയ കയ്യാൽ മനുജ നീ എന്നുണരുന്നോ, അന്നേ നിൻ പിറവിക്കർത്ഥം നിന്നോടും കൂടിയിരിപ്പോ. ഒരു പന്തം നീട്ടിയ കയ്യാൽ മനുജ നീ എന്നുണരുന്നോ, അന്നേ നിൻ പിറവിക്കർത്ഥം നിന്നോടും കൂടിയിരിപ്പോ. ചിലർക്ക് കാമഭ്രാന്ത്, ചിലർക്ക് സ്ഥാനഭ്രാന്ത്, മറ്റു ചിലർക്ക് പണഭ്രാന്ത്, വേറെ ചിലർക്ക് പദ്യഭ്രാന്ത്. ഈ പതികനായ പാന്തന് മാത്രം വെറും ഭ്രാന്ത്. എനിക്ക് മാത്രമേ ഭ്രാന്തുള്ളൂ, മറ്റാർക്കും ഭ്രാന്തില്ല. അവർ വന്നു. ആ ചെല്ല്. മോളെ അനു, ഞങ്ങൾ ആകെ പേടിച്ചു പോയി. മോള് കാര്യങ്ങളൊക്കെ ഫോണിൽ പറഞ്ഞു. സേതു അല്ലേ? ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാ നടക്കുന്നത്? കുഴപ്പം കാലത്തിൻ്റെതല്ല ശാന്തി, കാഴ്ച പോയ കോലങ്ങൾക്ക് ഉള്ളിലെ വെളിച്ചം കെട്ട ഇങ്ങനെയൊക്കെ സംഭവിക്കും. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കടമകൾക്ക് നന്ദി വാക്കിന്റെ തുണ വേണ്ട. ആരിൽ നിന്നാണോ സംരക്ഷണം പ്രതീക്ഷിക്കുന്നത് അവർ തിരിഞ്ഞു നിൽക്കുന്നു. പ്രതീക്ഷിക്കാത്തിടം അത് കരുതി വെക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ പോയിക്കോട്ടെ. അങ്ങനെ ആവട്ടെ. വീട്ടിലെത്തിയാൽ വിളിക്കണം. ഓക്കെ, കാണാം. തീർച്ചയായും. ഓ ശരി. കനലരിയുന്ന മനസ്സുകൾ വേണം, കരളിൻ നാവുകൾ കത്തുക വേണം, കാണാനുള്ളിൽ വെളിച്ചം വേണം, കൈത്തിരി നൽകാൻ കനിവും വേണം, കൈത്തിരി നൽകാൻ കനിവും വേണം.